നമസ്കാരം. കേരളത്തിലെ കർഷകർക്കും കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷവാർത്തയുണ്ട്. നിങ്ങളുടെ ചെലവുകൾ കുറച്ച് ലാഭം കൂട്ടാൻ സഹായിക്കുന്ന ഒരു കിടിലൻ സർക്കാർ പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അല്ലെങ്കിലും ഈ കൃഷിക്കാര്യങ്ങളിലെ ചെലവ് നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? വിത്തിനും വളത്തിനും മാത്രമല്ല, പണിക്കാർക്ക് കൊടുക്കുന്ന കൂലിയും ഇപ്പോ സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്താണ്, അല്ലേ? നമുക്കൊരു സിമ്പിൾ കാര്യം നോക്കാം. വെറുതെ പറമ്പിലെ പുല്ലൊന്ന് വെട്ടാൻ ആളെ വിളിച്ചാൽ തന്നെ എന്താകും അവസ്ഥ? കുറഞ്ഞത് 1000 രൂപയെങ്കിലും പോകും, അല്ലേ? അപ്പൊ പിന്നെ വലിയ കൃഷിയിടങ്ങളുടെ കാര്യം പറയേ വേണ്ട. അപ്പോ ഈ വലിയ ചെലവുകൾക്ക് ഒരു പരിഹാരമില്ലേ? തീർച്ചയായുമുണ്ട്. അതിനാണ് SMAM എന്ന പദ്ധതി. എന്താണ് ഈ SMAM എന്ന് നമുക്കൊന്ന് നോക്കാം. SAM, അതായത് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. സിമ്പിളായി പറഞ്ഞാല് നമ്മുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് നടത്തുന്ന ഒരു പദ്ധതിയാണിത്. എന്തിനാണെന്നോ? പുതിയ കാർഷിക ഉപകരണങ്ങൾ നല്ല സബ്സിഡിയോടെ കർഷകർക്ക് കൊടുക്കാൻ. ഇവിടെ കേരളത്തിൽ ഇത് നടപ്പിലാക്കുന്നത് കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അപ്പോൾ പിന്നെ കാര്യങ്ങളെല്ലാം സുതാര്യവും വിശ്വസനീയവുമായിരിക്കുമെന്ന് ഉറപ്പിക്കാമല്ലോ. ഇനി എല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുന്ന കാര്യത്തിലേക്ക് വരാം. ഈ പദ്ധതി വഴി എത്ര രൂപ വരെ സബ്സിഡി കിട്ടും? പൊതുവിഭാഗത്തിൽ വരുന്നവർക്ക്, അതായത് ജനറൽ കാറ്റഗറിക്ക് 40 മുതൽ 60% വരെയാണ് സബ്സിഡി. പക്ഷേ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും പിന്നെ ഈ കർഷക കൂട്ടായ്മകൾക്കുമൊക്കെ കിട്ടുന്നത് 80% വരെ സബ്സിഡിയാണ്. ശരിക്കും ഒരു വലിയ സഹായം തന്നെയാണത്. അതെ, നിങ്ങൾ കേട്ടത് തെറ്റിയിട്ടില്ല. 80%. ഒന്ന് ആലോചിച്ചു നോക്കൂ. 1 ലക്ഷം രൂപ വിലയുള്ള ഒരു മെഷീന് 80,000 രൂപ വരെ സർക്കാർ സഹായം കിട്ടും. ബാക്കി 20,000 രൂപ കൊടുത്താൽ മതി. ഇത് ശരിക്കും ഒരു ഗംഭീര ഓഫറല്ലേ? അപ്പോ ഈ ഗംഭീര ഓഫർ ആർക്കൊക്കെയാണ് കിട്ടുക? നമുക്ക് നോക്കാം ഇതിന് അപേക്ഷിക്കാൻ ആർക്കൊക്കെയാണ് യോഗ്യതയെന്ന്. ഇതിന്റെ ഒരു നല്ല കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് വെറും വ്യക്തിഗത കർഷകർക്ക് മാത്രമുള്ളതല്ല. കർഷകരുടെ കൂട്ടായ്മകൾ, സ്വയം സഹായ സംഘങ്ങൾ, പിന്നെ ഈ ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, അതുപോലെ ഈ ഉപകരണങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന കസ്റ്റം ഹയറിംഗ് സെന്ററുകളില്ലേ, അവർക്കും അപേക്ഷിക്കാം. ഓക്കെ, അപ്പോ അപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഏറ്റവും പുതിയ ഭൂനികുതി അടച്ച റിസീറ്റ്, പിന്നെ ബാങ്ക് പാസ്ബുക്കിന്റെ ഒരു കോപ്പി, ഇത്രയും മതി. ഇനി ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിട്ടോ ആണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ആധാർ, ബാങ്ക് പാസ്ബുക്ക്, പാൻ കാർഡ് എന്നിവയാണ് വേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്: അപേക്ഷയുടെ നടപടിക്രമവും പണം കൊടുക്കുന്ന രീതിയും. ഇത് ശ്രദ്ധിച്ചു കേൾക്കണം, കാരണം ഒരുപാട് പേർക്ക് സംശയം വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. പ്രത്യേകം ഓർക്കുക, പണം അടയ്ക്കുന്ന രീതിക്ക് ഒരു പ്രത്യേക ക്രമമുണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് 1: നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപകരണത്തിന്റെ മുഴുവൻ പൈസയും നിങ്ങൾ ആദ്യം കൊടുക്കണം. സ്റ്റെപ്പ് 2: നിങ്ങൾക്ക് പുതിയ ഉപകരണം കയ്യിൽ കിട്ടും. സ്റ്റെപ്പ് 3: അതിനുശേഷം 2-4 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സബ്സിഡി തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ വരും. അതായത് തുടക്കത്തിൽ തന്നെ വില കുറച്ച് കിട്ടില്ല, പകരം സബ്സിഡി പിന്നീട് അക്കൗണ്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു 20,000 രൂപയുടെ പുൽവെട്ടി മെഷീനാണ് നിങ്ങൾ വാങ്ങുന്നതെന്ന് വെക്കുക. അപ്പോൾ ആദ്യം ആ 20,000 രൂപ മുഴുവനായി നിങ്ങൾ കടയിൽ കൊടുക്കണം. പിന്നീട് നിങ്ങൾക്ക് 50% സബ്സിഡി, അതായത് 10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സർക്കാർ തിരികെ ക്രെഡിറ്റ് ചെയ്യും. ഈ കാര്യം മറക്കരുത്. അപ്പോൾ എവിടെയാണ് അപേക്ഷിക്കേണ്ടത് എന്നല്ലേ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ഓഫീസിൽ പോകാം, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനിൽ ചെന്ന് ചോദിച്ചാലും മതി. അവിടെ എല്ലാ വിവരങ്ങളും കിട്ടും, അപേക്ഷിക്കാനും സഹായിക്കും. അപ്പോ ഈ പദ്ധതിയെക്കുറിച്ച് ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതാണ്: നിങ്ങളുടെ കൃഷിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ, നിങ്ങളുടെ പണി എളുപ്പമാക്കാൻ ഏതുപകരണമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഈ സുവർണാവസരം വെറുതെ കളയരുത്, തീർച്ചയായും പ്രയോജനപ്പെടുത്തുക. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള കാര്യത്തിലേക്ക് വരാം. ഈ പദ്ധതി വഴി എന്തൊക്കെ തരം മെഷീനുകളാണ് നമുക്ക് വാങ്ങാൻ പറ്റുന്നത്? ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ചില ഉപകരണങ്ങൾ ഇതൊക്കെയാണ്: പുല്ലുവെട്ടിയന്ത്രം, നിലമുഴാനുള്ള പവർ ടില്ലർ, ചെറിയ തോട്ടങ്ങൾക്കുള്ള ഗാർഡൻ ടില്ലർ, മരുന്ന് തളിക്കാനുള്ള പവർ സ്പ്രേയർ, പിന്നെ മരം മുറിക്കുന്ന ചെയിൻസോ, തെങ്ങിൽ കയറാനുള്ള യന്ത്രം, അങ്ങനെ ഒരുപാടുണ്ട്. അതുമാത്രല്ല, ഇപ്പൊ വാഴയൊക്കെ വെക്കാൻ കുഴിയെടുക്കാനുള്ള എർത്തോഗൻ.
പിന്നെ കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കാൻ വൈക്കോലും പുല്ലുമൊക്കെ ചെറുതായിട്ട് അരിയുന്ന ചാഫ് കട്ടർ. നെല്ല് കൊയ്യാനുള്ള പവർ റീപ്പർ. അങ്ങനെ തുടങ്ങി നിങ്ങളുടെ കൃഷിപ്പണി എളുപ്പമാക്കുന്ന ഒരുപാട് ഉപകരണങ്ങൾ ഈ ലിസ്റ്റിലുണ്ട്. അപ്പോ ഒന്നാലോചിച്ച് നോക്കൂ, ഇത്രയും നല്ല ഉപകരണങ്ങൾ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ കൃഷിയിലും തോട്ടത്തിലുമൊക്കെ എന്തെല്ലാം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സമയവും ലാഭിക്കാം, പണവും ലാഭിക്കാം. ഇതൊരു വലിയ സാധ്യതയല്ലേ? ഈ ചെറിയ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.